നെക്സ്റ്റ് നമ്മൾ പോകുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ എ ഗ്ലാസ് സ്ലാബ്. ഒരു ഗ്ലാസ് സ്ലാബിലൂടെ പോകുന്ന ലൈറ്റിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് എ ബി സി ഡി ഒരു റെക്റ്റാങ്കുലർ ഗ്ലാസ് സ്ലാബ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഒരു റെക്റ്റാങ്കുലർ ഗ്ലാസ് സ്ലാബ്, അതിൻ്റെ പേര് എ ബി സി ഡി. അതിൻ്റെ തിക്നെസ് ടി ആണ്, ഞാൻ കാണിച്ചിട്ടുണ്ട്. ദെൻ എം എൻ ബ്ലൂ കളർ കൊണ്ട് കാണിച്ചിരിക്കുന്നു. എം എൻ ദാറ്റ് ഈസ് എ ഇൻസിഡൻറ്റ് റേ ആൻഡ് ഇറ്റ് ഫാൾസ് ഓൺ ദ ഫേസ് എ ബി ഓഫ് ദ റെക്റ്റാങ്കുലർ ഗ്ലാസ് സ്ലാബ്. അല്ലേ, എ ബി എന്ന് പറയുന്ന ഫേസിൽ വന്ന് വീണു. ആൻഡ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I1 വിത്ത് നോർമൽ. അല്ലേ, നോർമലുമായിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I1. ദെൻ ഇറ്റ് റിഫ്രാക്റ്റഡ്. അല്ലെ, മീഡിയം വ്യത്യാസമുണ്ട്. ദിസ് ഈസ് എയർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. എയർ, ഇത് ഗ്ലാസ് ആയി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ആൻഡ് ദിസ് ഈസ് ഗ്ലാസ്. സോ ഡിഫറൻസ് ഇൻ മീഡിയം ഉള്ളതുകൊണ്ട് ദ റേ ഗെറ്റ് ഡീവിയേറ്റഡ്. ഡോട്ടർ ലൈനിൽ കാണിച്ചിരിക്കുന്ന ആക്ച്വൽ പാത്ത്, പോവേണ്ടിയിരുന്ന പാത്ത്, but actually it deviated, it refracted. So I1 is the angle of incidence, R1 is the angle of refraction. Then it falls on the face DC of the rectangular glass slab. Rectangular glass slab inde DC എന്നുള്ള ഫേസിൽ വന്ന് വീണു. And making an angle of incidence I2. അല്ലെ, ഈ റേ ഈ ഫേസിൽ വരുന്നത്, ഈ ഫേസിനെ മാത്രം നോക്കുമ്പോൾ സെക്കൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നുള്ള രീതിയിൽ ഞാൻ I2 എന്ന് എഴുതിയിരിക്കുന്നു. ദെൻ ഇറ്റ് എമേർജ് ഔട്ട്. അല്ലെ, KL ആയിട്ട് അത് എമേർജ് ഔട്ട് ചെയ്തു. ദെൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് R2. കാരണം ഇവിടെ ഗ്ലാസ്സിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ലൈറ്റ് എയറിലേക്ക് പോകുന്നു. മീഡിയം ഡിഫറൻ്റ് ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻ്റ് ആയതുകൊണ്ട് അവിടെ റിഫ്രാക്ഷൻ സംഭവിച്ച് അകന്ന് പുറത്തേക്ക് വന്നു. സോ ഞാൻ ആ പാത്ത് ഒന്ന് മാർക്ക് ചെയ്തു. I1 is the angle of incidence on the first phase. R1 is the angle of refraction on the first phase. Then I2 is the angle of incidence on the second phase. R2 is the angle of refraction on the second phase. This one is KL is the KL ആണ് emergent light. Then finally ഈ റേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിൻ മിറർ വെക്കുന്നു. സോ വാട്ട് ഹാപ്പൻസ്? ഇറ്റ്, അല്ലെ, നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു, ഇറ്റ്സ് എൻറ്റർ ഇനീഷ്യൽ പാത്ത്. അത് തിരിച്ച് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ എൻറ്റർ ഇനീഷ്യൽ പാത്ത് എന്നാണ് നമ്മൾ പഠിച്ചത്. തിരിച്ച് അതിൻ്റെ ആദ്യം വന്ന മുഴുവൻ പാത്ത് തിരിച്ചു പോകും. സോ ഇറ്റ്സ് പാത്ത് ഗെറ്റ് റിവേഴ്സ്ഡ്. ഓർക്കാം, നമുക്കതിൻ്റെ ഈ ഫേസിലും നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുകയാണ്. നമുക്കത് എന്തുണ്ടാവുമെന്ന് നോക്കാം. അപ്ലൈയിങ് സ്നെൽസ് ലോ, അല്ലേ, സ്നെൽസ് ലോ അറ്റ് എ ബി ഫേസ്. എ ബി എന്ന് പറയുന്ന ഫേസിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാണ്. സോ മ്യൂ 2 വിത്ത് റെസ്പെക്ട് ടു 1 ഈക്വൽ ടു, അല്ലേ, ദിസ് ഈസ് ദ സെക്കൻഡ് മീഡിയം, ദിസ് ഈസ് ദ ഫസ്റ്റ് മീഡിയം. സോ നമുക്ക് മ്യൂ 2 വിത്ത് റെസ്പെക്ട് ടു 1, അതർവൈസ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ, സെയിം തന്നെ, ഈക്വൽ ടു I1, സൈൻ ഓഫ് I1 എന്തെന്ന് പറയാം നമുക്ക്? സൈൻ I1 ബൈ സൈൻ R1 എന്ന് പറയാം. കാരണം ഫസ്റ്റ് എയറിലെ ആംഗിള് I1 ആണ്, ഗ്ലാസ്സിലെ ആംഗിള് R1 ആണ്. ദിസ് ഈസ് ടേക്കൺ ആസ് ദ ഫസ്റ്റ് ഇക്വേഷൻ, കൺസിഡർ ആസ് ദ ഫസ്റ്റ് ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് വെച്ചു. ഫേസ്, ദെൻ അഗെയിൻ സ്നെൽസ് ലോ അറ്റ് ഫേസ് CD, അറ്റ് CD ഫേസ്, CD എന്ന് പറയുന്ന ഫേസിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യും. സോ മ്യൂ ഇവിടുത്തെ മീഡിയം A വിത്ത് റെസ്പെക്ട് ടു G ഈക്വൽ ടു, G ആണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ ഈ മീഡിയത്തിലെ ആംഗിൾ സൈൻ I2 ബൈ സൈൻ R2 എന്നാണ്. ആൻഡ് സെക്കൻഡ് ഇക്വേഷനായിട്ട് നമ്മളതിനെ എഴുതി, സെക്കൻഡ് ഇക്വേഷൻ. ദെൻ നമ്മൾ പറഞ്ഞു, അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ്, ഇറ്റ് സ്ട്രൈക്സ് ഓൺ ദ പ്ലെയിൻ മിറർ ആൻഡ് ഇറ്റ്സ് പാത്ത് ഗെറ്റ് റിവേഴ്സ്ഡ്. ആ റിവേഴ്സ് പോകുന്ന സമയത്ത്, അല്ലേ, പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ്, according to
അക്കോർഡിംഗ് ടു എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് according to principle of reversibility of light, the emergent ray, the emergent ray strikes on a plane mirror. It strikes on a plane mirror. അത് എവിടെ സ്ട്രൈക്ക് ചെയ്യുന്നു? It strikes on a plane mirror. And what happens? And its path get reversed. അതിൻ്റെ പാത്തിന് എന്ത് സംഭവിക്കുന്നു? അത് റിവേഴ്സ്ഡ് ആവുന്നു. സോ അപ്ലൈയിങ് സ്നെൽസ് ലോ അഗെയിൻ അല്ലെ, റിവേഴ്സിങ്ങിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നു. സോ സ്നെൽസ് ലോ അറ്റ് സി ഡി തന്നെയാണ്, അറ്റ് സി ഡി ഫേസ് തന്നെയാണ്. ബട്ട് എന്താണ് ഒരു പ്രത്യേകതയുണ്ട്? എന്താണ് പ്രത്യേകത? തിരിച്ചു പോകുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓർക്കാനായിട്ട് റിവേഴ്സ് എന്ന് നമുക്ക് ഒന്ന് ഓർക്കാം. റിവേഴ്സിങ്ങിൽ എടുത്തു. ദെൻ ദാറ്റ് മീൻസ് ഇങ്ങനെയാണ് പോകുന്നത്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് മീഡിയം, ദിസ് ഈസ് ദ ഫസ്റ്റ് മീഡിയം. മ്യൂ ജി വിത്ത് റെസ്പെക്ട് ടു എ ഈക്വൽ ടു ഇവിടെ ദിസ് ഈസ് ദ അല്ലെ മ്യൂ, this is glass, mu g with respect to a, mu g with respect to a. So മുകളിലുള്ള മീഡിയത്തിൻ്റെ ആംഗിൾ വേണം, എയറിലത്തെ ആംഗിൾ, ദാറ്റ് ഈസ് സൈൻ R2 ഡിവൈഡഡ് ബൈ സൈൻ I2 എന്ന് നമുക്ക് കിട്ടി. ദിസ് ഈസ് ദ തേർഡ് ഇക്വേഷൻ. അതിനെ നമ്മൾ തേർഡ് ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്തു. സോ ദിസ് ഈസ് ഫസ്റ്റ് വൺ, ദിസ് ഈസ് സെക്കൻഡ് വൺ ആൻഡ് ദിസ് ഈസ് തേർഡ് വൺ. മൂന്ന് ഫേസസിൽ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, ദെൻ തിരിച്ചു പോകുമ്പോഴത്തത് അഗെയിൻ തേർഡ് വൺ. മൂന്ന് ഇക്വേഷനായിട്ട് നമ്മൾ നോട്ട് ചെയ്തു. ദെൻ കമ്പയറിങ് 1 and 3, 1, 3 കമ്പയർ ചെയ്യുന്നു, 1, 3 കമ്പയർ ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് സെയിം, സോ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ സൈൻ I1 ബൈ സൈൻ R1 ഈക്വൽ ടു സൈൻ അല്ലേ, നമുക്ക് കമ്പയർ ചെയ്യാണ്. വൺ 3 കമ്പയർ ചെയ്തപ്പോൾ സൈൻ I1 ബൈ സൈൻ R1 ഈക്വൽ ടു അല്ലേ, ഫസ്റ്റ് ഇക്വേഷൻ സൈൻ I1 ബൈ സൈൻ R1 ഈക്വൽ ടു സൈൻ I1 ബൈ സൈൻ R1 ഈക്വൽ ടു സൈൻ R2 ബൈ സൈൻ I2, സൈൻ R2 ബൈ സൈൻ I2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഫിഗറിലേക്ക് തിരിച്ചു വരുമ്പോൾ സി R1 ഉണ്ട്, I2 ഉണ്ട്, ബോത്ത് ആർ സെയിം. എന്താ കാരണം? ഇത് രണ്ട് പാരലൽ സൈഡുകളാണ്, അതിൻ്റെ ഇടയിലുള്ള ഒരു ലൈനാണ്. സോ R1 ആൻഡ് I2 ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്, R1 ആൻഡ് I2 ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. സോ R1 ഈക്വൽ ടു I2. എനിക്ക് എന്താ എഴുതാം? R1 ഈക്വൽ ടു I2 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. സോ എനിക്ക് എന്ത് പറയാം? I1 ഈക്വൽ ടു R2 എന്ന് പറയാം അല്ലേ. R1 ഈക്വൽ ടു I2 ആണ്. സോ ദിസ് ടേം വിൽ ബി ഈക്വൽ ടു ദിസ് വൺ. സോ സൈൻ I1 ഈക്വൽ ടു സൈൻ R2, ബോത്ത് സൈഡിൽ സൈൻ ഉണ്ട്. സോ നമുക്ക് I1 ഈക്വൽ ടു R2. സോ therefore I1 ഈക്വൽ ടു R2, I1 ഈക്വൽ ടു R2, അതായത് ദിസ് ആംഗിൾ ഈക്വൽ ടു ദിസ് ആംഗിൾ. സോ ഈ ലൈനും MN-ഉം KL-ഉം പാരലൽ ആണെന്ന് പറയാം. നമുക്ക് എന്ത് കിട്ടി? ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേയും. ആരുടെ കാര്യത്തിൽ? ഒരു ഗ്ലാസ് ലാബിൻ്റെ കാര്യത്തിൽ ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേയും എങ്ങനെയാണ്? പരസ്പരം പാരലൽ ടു ഈച്ച് അതർ ആണ്, പരസ്പരം പാരലൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. സോ നമുക്ക് എന്ത് പറയാം? വി ഒബ്സർവ് ദാറ്റ് ദ ഇൻസിഡൻറ്റ് റേ MN is displaced laterally on suffering 2 refractions through a glass slab. അല്ലെ, കൃത്യമായിട്ട് ഇതിലെ വരുന്നത് 2 പ്രാവശ്യം 1, 2 2 പ്രാവശ്യം റിഫ്രാക്ഷന് ശേഷം പുറത്തു വരുന്നു. ദിസ് വൺ ഈസ് പാരലൽ ടു ദിസ് വൺ. ഇതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന പ്രൂഫ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇപ്പോൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ എ ഗ്ലാസ് ലാബിൽ ഒരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ്. സി MN ഈസ് ദ ഇൻസിഡൻറ്റ് റേ. ആക്ച്വൽ പാത്താണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ആക്ച്വൽ പാത്തിൽ നിന്നും നമ്മുടെ റിഫ്രാക്റ്റഡ് റേ എന്തോരം ഡീവിയേഷൻ ഉണ്ടായി എന്നാണ് നമുക്കറിയേണ്ടത്. ആ ലെങ്ത് ഞാൻ KL' എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ആൻഡ് ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. സോ ആക്ച്വൽ പാത്തിൽ നിന്നും അല്ലെ MNൽ നിന്നും ഇൻസിഡൻറ്റ് റേയിൽ നിന്നും ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നു ഈ ഫേസിലേക്ക്. സോ വൺസ് ടു ഫൈൻഡ് ഔട്ട് ദിസ് ലെങ്ത് KL' കാണണം. അതിനായിട്ട് നമുക്ക് 2 ട്രയാങ്കിൾ എടുക്കുകയാണ്. നമ്മൾ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റ് വൺ ഈസ് NKL', ട്രയാങ്കിൾ NKL'. സോ NKL'. ശ്രദ്ധിക്കണം, ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളിനെ ഞാൻ ഡെൽറ്റ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ. നമുക്കിവിടെ എഴുതാം അല്ലേ, ഡെൽറ്റ എന്താണ്? ഡെൽറ്റ ഈക്വൽ ടു ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ് ഡെൽറ്റ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ. സി ഇതിൽ നിന്നും എത്ര ഡീവിയേറ്റ് ചെയ്തു, ദാറ്റ് ആംഗിൾ ഈസ് ഡെൽറ്റ. സോ അഗെയിൻ നമ്മൾ ആ ട്രയാങ്കിളിലേക്ക് വരുന്നു. NKL'. ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. സോ നമുക്ക് എന്ത് ഉപയോഗിക്കാം? NKL' നിന്നും സൈൻ ഡെൽറ്റ എടുക്കാം. സൈൻ ഡെൽറ്റ ഈക്വൽ ടു, സൈൻ ഈസ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് ഈസ് KL'. KL' by NK. KL' by NK. From this, KL' equal to NK sin delta. First equation ആയിട്ട് നമ്മൾ അവിടെ വെച്ചു. KL' equal to NK sin delta. Then moving on to next right angle triangle N-K. ഈ നോർമലും റിഫ്രാക്റ്റഡ് റേയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ട്രയാങ്കിളാണ് നമ്മൾ എടുക്കുന്നത്. N-K. This angle is 90 degree. So this is R1. So it is a right angle triangle. N-K. അതിൽ നിന്നും cos R1 കാണാൻ നോക്കുകയാണ്. cos R1 equal to എന്തായിരിക്കും cos R1 എന്ന് പറയുന്നത്? cos എന്ന് പറഞ്ഞാൽ adjacent by hypotenuse. Adjacent is N-N' by hypotenuse 90 opposite NK. NK. From this N-N' equal to N-N', this one multiplying this NK cos R1 ആണ്. NK cos R1. ഇതിൽ നിന്നും NK കണ്ടുപിടിക്കുകയാണെങ്കിൽ NK equal to N-N' by cos R1. NK equal to N-N' by cos R1. This is second equation. NKയുടെ ഈ വാല്യൂ, NKയുടെ N-N' by cos R1 എന്നുള്ള വാല്യൂ ഞാൻ ദാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. KL' equal to NK. NKക്ക് പകരം എന്ത് കൊടുക്കാം? N-N' by cos R1 into sin delta. That is equal to N-N' is the thickness of glass slab. അതിനെ ഞാൻ T എന്നെടുത്തു. thickness of glass slab ഓൾറെഡി നമ്മൾ T എന്നെടുത്തു. So KL' equal to T divided by cos R1. T divided by cos R1 into sin ഡെൽറ്റ എന്നതിന് പകരം നോക്കൂ, ഡെൽറ്റ ഈസ് ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ള അനുസരിച്ച് നോക്കൂ, ഈ ലൈൻ സെയിം ലൈൻ. സോ ദീസ് ആർ ഈക്വൽ. I1 ഈക്വൽ ടു R1 പ്ലസ് ഡെൽറ്റ. നമുക്കിവിടെ എഴുതാം I1 ഈക്വൽ ടു R1 പ്ലസ് ഡെൽറ്റ. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ദിസ് ആംഗിൾ ഈക്വൽ ടു ദിസ് ആംഗിൾ. കാരണം ദിസ് റേ നോർമൽ, രണ്ടും സെയിം ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്നാണ് നമ്മൾ പറയുക. സോ I1 ഈക്വൽ ടു R1 പ്ലസ് ഡെൽറ്റ എന്നാണ്. സോ അതിൽ നിന്നും ഡെൽറ്റ ഈക്വൽ ടു I1 ഇവിടെ ഉണ്ട്, I1
ഇത് ഇങ്ങോട്ട് മൈനസ് R1. I1 മൈനസ് അല്ലെ I1ൽ നിന്ന് R1 മാറ്റിയാൽ ബാക്കിയുള്ളതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. സോ ഡെൽറ്റ ഈക്വൽ ടു I1 മൈനസ് R1. സോ ഇവിടെ കൊടുക്കുമ്പോൾ സൈൻ I1 മൈനസ് R1 ആണ്. സൈൻ ഡെൽറ്റയ്ക്ക് പകരം സൈൻ I1 മൈനസ് R1 എന്ന് കൊടുത്തു. സോ വി ഗെറ്റ് KL ഡാഷ് ഈക്വൽ ടു thickness of glass slab T into sin I1 minus R1 divided by cos R1. This is the expression. This is the required expression for lateral displacement. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, lateral shift അല്ലെ ആക്ച്വൽ പാത്തിൽ നിന്നും ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ഷിഫ്റ്റ്. ദിസ് ലെങ്ത് KL ഡാഷ് എന്ന് പറയുന്നത് ദിസ് ലെങ്ത് ആണ്. lateral shift or lateral displacement which is obviously proportional to thickness of glass slab. This one is proportional to thickness of glass slab. Further, lateral displacement അല്ലെങ്കിൽ നമുക്ക് പറയാം lateral shift will increase with increase in angle of incidence. Angle of incidence കൂടുമ്പോൾ ഈ lateral displacement കൂടും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. This is the required expression. Okay.